അനധികൃത ഫ്ലെക്സ് ബോർഡ് വിഷയത്തിൽ സർക്കാരിന് വീണ്ടും വിമർശനം. സിപിഎം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് നിന്ന് മാത്രം നിരവധി പരാതികൾ ലഭിച്ചെന്ന് ഹൈക്കോടതി. നിയമത്തിന് മുകളിലാണെന്ന വിശ്വാസത്തിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ആ വിശ്വാസത്തിന് സർക്കാർ കുടപിടിക്കുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു. സിപിഎമ്മിന്റെ പേരെടുത്ത് പറയാതെയാണ് വിമർശനം. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച വിമർശനം നടത്തിയത്? തീർച്ചയായും സംസ്ഥാനത്ത് അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരത്തെ തന്നെ നിരവധി ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് നടപ്പാക്കാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായിട്ട് വീണ്ടും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. കൊല്ലത്ത് സിപിഎം സംസ്ഥാന സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കൊടിതോരണങ്ങൾ വഴിയരികിലും നടപ്പാതകളിലും ആ ഭാഗങ്ങളിലൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതി പേരെടുത്ത് പറയാതെ വിമർശനം നടത്തിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് മാത്രം ഏകദേശം 200ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ബോർഡ് വെക്കുന്നവരെ പൊതുജനത്തിന് ഭയമാണ്. അതുകൊണ്ട് തന്നെ പരാതിക്കാർ ആരെന്ന് വെളിപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അനധികൃതമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് അത് പാലിക്കാത്തത് സംവിധാനത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. നിയമത്തിന് മുകളിലാണ് തങ്ങളെന്നുള്ള ഒരു രീതി സമീപനം സംസ്ഥാനത്തെ മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അത്തരമൊരു രീതിയിലാണ് അവർ ഈ ഒരു സാഹചര്യത്തെ കരുതുന്നത്. ആ വിശ്വാസത്തിന് സർക്കാർ കുടപിടിക്കുന്നു എന്നുള്ള വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഭരണ സംവിധാനത്തിന്റെ പിന്തുണയില്ലാതെ യാതൊരു ഘട്ടത്തിലും നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളത്തിൽ നിയമവാഴ്ചയില്ലെന്ന് സർക്കാർ സമ്മതിക്കുമോ എന്നുള്ളൊരു ചോദ്യവും വിമർശന രൂപേണ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. റോഡുകൾ നിറയെ ബോർഡുകൾ ഉള്ളതല്ല നവകേരളം എന്നുള്ള പരാമർശമാണ് സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. സർക്കാർ ആരെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതും ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ള ഇടക്കാല ഉത്തരവുകൾ ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ കേസ് തന്നെ അവസാനിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പും കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ട് തന്നെ ഈ വിഷയം വീണ്ടും പരിഗണിക്കാനായിട്ട് ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. കൊല്ലത്ത് അനധികൃതമായിട്ട് നിരവധി ഫ്ലെക്സ് ബോർഡുകൾ നിരന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അമിക്കസ് ക്യൂറി അടക്കം വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്തായാലും സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് പേരെടുത്ത് പറയാതെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വിമർശനം നടത്തിയിട്ടുള്ളത്. ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. അനധികൃത ഫ്ലെക്സ് ബോർഡ് വിഷയത്തിലാണ് സർക്കാരിനെ ഇപ്പോൾ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. സിപിഎം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് നിന്ന് മാത്രം നിരവധി പരാതികൾ ലഭിച്ചുവെന്നും ഹൈക്കോടതി പറഞ്ഞു. നിയമത്തിന് മുകളിലാണെന്ന വിശ്വാസത്തിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളെന്നാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്.